ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കളർ ചെയ്യാൻ ഇഷ്ടമാണ്. കളർ ചെയ്തവരുണ്ടാകും. കളർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പ്രിക്വേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം കളർ ചെയ്യാൻ വേണ്ടി പോകാനുള്ള ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതാണ്. അതല്ലാണ്ട് കളർ ചെയ്തവരാണെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് കളേർഡ് ഹെയർ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ പോയിന്റ് വൈസ് പോയിന്റ് പറയാം. So let's get into the video. Before that, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി കാണാം. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും വേണ്ടി പറ്റുള്ളൂ. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫാസ്റ്റ്. ഫസ്റ്റ് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാണോ കളർ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് 2 days കഴിഞ്ഞിട്ട് മാത്രമേ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ കളർ ചെയ്ത സമയത്ത് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂട്ടിക്കിൾസ് ഉണ്ടാവും. ഹെയർ ക്യൂട്ടിക്കിൾസ് എപ്പോഴും ഓപ്പൺ ചെയ്ത് നിൽക്കുകയായിരിക്കും. അപ്പം നിങ്ങൾ കളർ ചെയ്ത് വന്ന അന്ന് അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് നിങ്ങൾ ഹെയർ കഴുകുകയാണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നോർമൽ വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ ആ കളർ ഫെയ്ഡായി പോവാനും ഫെയ്ഡായി പോയിട്ടില്ലെങ്കിൽ ആ കളർ നിങ്ങൾ ഏത് കളറാണോ ചെയ്ത് അത് ലാസ്റ്റ് ചെയ്യാണ്ട് അപ്പൊ തന്നെ ആദ്യ ഡൈ മൊത്തം പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് കഴുകാൻ വേണ്ടി പാടുള്ളൂ. ശരിക്കും 72 hours എന്നാ പറയുന്നത്. അതായത് 3 ദിവസമാണ് ശരിക്കും 3 ദിവസം കഴിഞ്ഞിട്ട് കഴുകാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ നിങ്ങൾ 2 ദിവസമെങ്കിലും കഴുകാണ്ട് ഇരിക്കണം. ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് കളറാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് കുറെ വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ചൂസ് ചെയ്ത കളർ റൈറ്റ് കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടും അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. കാരണം ഒരുപാട് പൈസ ചെലവാക്കിയിട്ടാണ് നിങ്ങൾ ഹെയർ കളർ ചെയ്യുക. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം നിങ്ങൾ ഹെയർ കളർ ചെയ്യുന്ന ബ്രാൻഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് സാധാ ചീപ്പ് റേറ്റ് നോക്കിയിട്ട് സാധാ ബ്രാൻഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ട് ഹെയർ കൊണ്ടുപോയിട്ട് നശിപ്പിക്കരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അത്രയും രൂപ ചെലവാക്കി ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ടേക്ക് കെയർ ചെയ്യേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് 2 to 3 days കഴിഞ്ഞിട്ട് മാത്രം ഹെയർ വാഷ് ചെയ്യുക. സെക്കൻഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അത് നോക്കി ഈവൻ ഫോർ കളേർഡ് ഹെയർ എന്ന് പറഞ്ഞിട്ട് എസ്പെഷ്യലി നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ലോറിയൽ ഉണ്ട്, ട്രെസമി ഉണ്ട്. അങ്ങനെ ഇപ്പൊ എല്ലാ ബ്രാൻഡ്സും അങ്ങനെ ഇറക്കുന്നുണ്ട്. അപ്പൊ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളത് വാങ്ങാൻ വേണ്ടി നോക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ ഷാമ്പു ചെയ്യുമ്പോൾ പത വരില്ലേ ഇങ്ങനെ ബബിൾസ്, അതായത് നന്നായിട്ട് ഇങ്ങനെ പത വരുന്നതാണെങ്കിൽ അതിൽ ഒരുപാട് സോഡിയം സൾഫേറ്റ് ഉണ്ട്. ഈ സോഡിയം സൾഫേറ്റ് ആണ് നമ്മൾ ഈ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിടുന്നത്. വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെയർ. മുടിക്ക് ഒട്ടും നല്ലതല്ല. അപ്പൊ അത്രയും സോഡിയം സൾഫേറ്റ് അടങ്ങിയ ഷാമ്പൂസ് ആണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഓയിലും പിന്നെ മോയ്സ്ചർ ആയിട്ടുള്ള എന്താ പറയാ ആ ഒരു തലേന്റെ ഹൈഡ്രേഷൻ, നമ്മുടെ തലയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹൈഡ്രേഷനും പിന്നെ നാച്ചുറൽ ഓയിലും കുറയ്ക്കാനാണ് പറ്റുക. അപ്പൊ അങ്ങനെ കുറയുന്നതനുസരിച്ചിട്ട് ഹെയർ ഫാൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കൂടാണ്ട് നമ്മൾ ഹെയർ കളറും കൂടി ചെയ്ത സ്ഥിതിക്ക് എന്താണെങ്കിലും ഹെയർ ഫാൾ വരും. അപ്പൊ എപ്പോൾ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുന്ന സമയത്ത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പും കണ്ടീഷണറും ചൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സെക്കൻഡ് ഡേ ആണ് ഹെയർ വാഷ് ചെയ്യുന്നത് അല്ലെ. ആ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് തല കഴുകാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ ക്യൂട്ടിക്കിൾസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ 2 days എന്താണെങ്കിൽ അതൊന്ന് സെറ്റിൽ ചെയ്യാനൊരു ടൈം കൊടുക്കുക. അപ്പൊ ഒന്ന് ക്ലോസ് ആവാനായിട്ടുണ്ടാകും. അപ്പൊ ആ സമയത്ത് നമ്മൾ തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകാൻ ആ ക്യൂട്ടിക്കിൾസ് ഒക്കെ ക്ലോസ് ആയി നല്ല രീതിയിൽ അതൊന്ന് ലോക്ക് ആകും ആ ഒരു ഹെയർ കളർ. പക്ഷെ നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ട് തല കഴുകുകയാണെങ്കിൽ അത് വീണ്ടും ഓപ്പൺ ആവാനും ആ ഹെയർ കളർ പോവാനുള്ള ചാൻസ്
കൂടുതലാണ്. അപ്പം സെക്കൻഡ് ഡേ നമ്മൾ എന്നാണ് ഇനീഷ്യലി ഹെയർ വാഷ് ചെയ്യാൻ പോണ ആഫ്റ്റർ ഹെയർ കളർ എന്ന് പറയുന്നത്, ആ സമയത്ത് നിങ്ങൾ കഴിയുന്നതും ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹെയർ കളർ ചെയ്ത് ഉടനെ രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം ഹെയർ വാഷ് ചെയ്യുമ്പോഴാണ് തണുത്ത വെള്ളത്തിൽ കഴുകണം എന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെറു ചൂട് എന്നൊക്കെ പറയില്ലേ, ചെറിയ തീരെ ചൂടിലെന്നാ കുറച്ച് ചൂട് കൊണ്ട് ആ ലെവലിൽ എന്താക്കുക, ഒരു മഗ്ഗിൽ എന്താക്കുക, നിങ്ങൾ ഷാമ്പു ചെയ്യുന്നതിന്റെ തൊട്ട മുന്നേ ഉള്ള സ്റ്റെപ്പിൽ എന്താക്കുക, ജസ്റ്റ് ഒന്ന് എന്താക്കി ഈ ചൂടുവെള്ളം ഒഴിക്കുക. അപ്പൊ നിങ്ങള് പോർസ് ഒക്കെ ഓപ്പൺ ആകും. എന്നിട്ട് ഷാമ്പു ചെയ്യുമ്പോൾ നന്നായിട്ട് ഹെയർ ക്ലെൻസ് ആകും. അതിനുശേഷം എന്താ ആ ചൂടുവെള്ളത്തിൽ തന്നെ എന്താക്കുക, തല കഴുകിയിട്ട് നെക്സ്റ്റ് ടൈം എന്തൊക്കെ കണ്ടീഷണറും കൂടി ഇടുക. അപ്പൊ ഹെയറിൽ സ്കാൽപ്പിലേക്കും ഹെയറിനും വേണ്ട പോർസും ക്യൂട്ടിക്കൽസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാകും. അപ്പം ഈ കണ്ടീഷണർ ഷാമ്പു ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും ശേഷം കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം ഹെയർ കഴുകുമ്പോൾ തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകുക. അപ്പം ഈ ഓപ്പൺ പോർസ് ഒക്കെ അല്ലെങ്കിൽ ഓപ്പൺ ക്യൂട്ടിക്കൽസ് ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഭാഗം ചൂടുവെള്ളം, ബാക്കി തണുത്ത വെള്ളം. അപ്പം ഏകദേശം മാച്ച് ആവുക. നിങ്ങൾക്ക് അറിയാലോ, തലയിലേക്ക് ഒരിക്കലും ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് ലൈറ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത്, ജസ്റ്റ് ആ ക്യൂട്ടിക്കൽസ് ആൻഡ് പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. തല കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിൻ ഫ്രീ ആയിട്ട് ഉണ്ടാവണം. ക്ലോറിൻ ഉള്ള വെള്ളം ഒരിക്കലും ഈ കളേർഡ് ഹെയറിലേക്ക് യൂസ് ചെയ്യരുത്. നമ്മൾ സാധാ ഹെയറിലാണെങ്കിൽ, കളേർഡ് അല്ലാത്ത ഹെയറിലാണെങ്കിലും ഒരിക്കലും ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയണതാണ്. അപ്പം എസ്പെഷ്യലി നമ്മുടെ കളേർഡ് ഹെയർ ആണെങ്കിൽ ക്ലോറിൻ വെള്ളം ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഹെയറിന്റെ കളർ മാറും, കളർ നിറച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നിറയ്ക്കാൻ മീൻസ് ആ കളർ ചേഞ്ച് ആവാനുള്ള കൂടും. അതായത് എന്താണെങ്കിൽ ഗ്രാജുവലി കളർ ഫെയ്ഡ് ആകും, അത് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ ഫെയ്ഡ് ആവാണ്ട് നമ്മൾ എത്രത്തോളം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അത് കുറച്ചും കൂടി കാലം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്ത്, ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ കളർ ഫെയ്ഡ് ആകും, ഡ്രൈ ആകും, ഹെയർ പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എപ്പോഴും ക്ലോറിൻ വാട്ടർ അല്ലാത്ത വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. കളേർഡ് ഹെയറിലുള്ള ആൾക്കാർക്ക് സ്പ്ലിറ്റ് എൻഡ്സ് കുറച്ച് കൂടുതലായിരിക്കും. നമ്മുടെ ഈ ഒരു തെറ്റത്തുള്ള ഈ ഒരു ഭാഗം ഉണ്ടാവില്ല, ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കെമിക്കൽസ് ആണ് ഓഫ് കോഴ്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്, അതിനെ കൊണ്ടാണ്. അപ്പം ഒരു 6 മുതൽ 8 ആഴ്ച കൂടുമ്പം ഈ തെറ്റത്തെ ഭാഗം ട്രിം ചെയ്ത് കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കണം. ഈവൻ നോർമൽ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ, കളേർഡ് ഹെയർ അല്ലാത്തവരാണെങ്കിലും ശരി, ഒരു 6 ആഴ്ച മുതൽ 8 ആഴ്ചന്റെ ഉള്ളിൽ ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ട്രിം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ സ്പ്ലിറ്റ് എൻഡ്സ് എങ്ങനെയാണ് ട്രിം ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ എന്താണെങ്കിലും ഇടുന്നതാണ്, വഴിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ കളേർഡ് ഹെയർ ഉള്ളവര് തെറ്റത്ത് ഈ സ്പ്ലിറ്റ് എൻഡ്സ് വെച്ചിട്ട് ഒരിക്കുന്ന ഹെയർ നീട്ടാൻ വേണ്ടിയിട്ട് നോക്കരുത്. കാരണം അത് കാണുമ്പോൾ ഭയങ്കര അഭംഗിയായിരിക്കും. അതുകൊണ്ട് ട്രിം ചെയ്ത് കൊടുക്കണം. എണ്ണ തേക്കരുത്, എണ്ണ തേക്കുന്നത് നല്ലതല്ല ഈ ഒരു കളേർഡ് ഹെയറിൽ എന്നാണ്. ഒട്ടുമല്ല. നമ്മൾ എന്താണെങ്കിലും ഹെയറിന് ഗ്രോത്തിനും പിന്നെ ഹെയറിന്റെ എല്ലാത്തിനും നല്ലത് ഓയിൽ ചെയ്യുന്നതാണ്. നമ്മൾ ഓയിൽ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അത് ഒരുപാട് നിങ്ങൾ ചെയ്യരുത്. ഓയിലിംഗ് എന്ന് പറയണത് നിങ്ങൾ ഇപ്പം കളർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആഴ്ചയിൽ 3 വട്ടം ചെയ്യുന്നുണ്ടെങ്കിൽ, കളർ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 വട്ടം മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ലി 2 വട്ടം ചെയ്താൽ മതി എന്നാണ് ചിലർ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വീക്ക്ലി വൺസ് മാത്രമേ ഉള്ളൂ ഹെയറിൽ എണ്ണ തേക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ, നിങ്ങൾക്ക് കളർ ഫെയ്ഡ് ആകും ഈ എണ്ണ തേക്കുന്നതിനെ കൊണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ഈ എണ്ണ പോക്കാൻ ഷാമ്പു യൂസ് ചെയ്യും. അപ്പൊ ഷാമ്പു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് വല്ലാണ്ട് കളർ ഫെയ്ഡ് ആവും. നമ്മൾ ചെയ്ത കളർ കിട്ടില്ല, മീൻസ് ലാസ്റ്റ് ചെയ്യില്ല. അതിനെ കൊണ്ടാണ് എണ്ണ തേക്കരുത് എന്ന് പറയണത്. പക്ഷെ എൻ്റെ ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണ തേക്കും. കാരണം എനിക്ക് ഈ കളർ അല്ലായിരുന്നു. എനിക്ക് ഇവിടെ മുതൽ ശരിക്കും ഒരു ബ്ലോണ്ട് ബ്രൗൺ ഒക്കെ പറയില്ലേ,
അങ്ങനത്തെ ഒരു കളറായിരുന്നു എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി ഞാൻ എണ്ണ തേച്ച് ഞാൻ ഈ ഒരു കളറിലേക്ക് എത്തിയതാണ്. അതായത് ഫെയ്ഡ് ആയിട്ട് വന്നതാണ് ഈ കളറ്. എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് നിങ്ങളെ കളർ ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ചെയ്യാം. അതൊന്ന് ലൈറ്റ് ആവുക അല്ലെങ്കിൽ ഡാർക്ക് ആവുകയുള്ള ചാൻസ് കൂടുതലാണ്, കാരണം എണ്ണ തേക്കുന്നതിനെ കൊണ്ടായിരിക്കാം. അപ്പം ഈ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്ത കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എണ്ണ തേക്കാണ്ടിരിക്കാം. വീക്ക്ലി വൺസ് മാത്രം ചെയ്യാവുന്നതാണ്. ഇല്ലാത്തവരാണ് എന്നെ പോലുള്ള, എനിക്ക് എണ്ണ ഒഴിവാക്കിയിട്ട് ഞാൻ തല കഴുകില്ല. എനിക്ക് എപ്പം ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിലും എനിക്ക് എണ്ണ തേച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ വീക്ക്ലി 2 വട്ടോ 3 വട്ടേ ഉള്ളൂ ഞാൻ ഹെയർ തന്നെ വാഷ് ചെയ്യല്ല. അപ്പം ആ സമയത്തൊക്കെ ഞാൻ എണ്ണ തേക്കലുണ്ട്. ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടാൽക്കൺ പൗഡർ ഉണ്ടാവില്ല, അത് ഫേസിൽ ഇടുന്ന പൗഡർ ഉണ്ടാവില്ലേ, അത് ശരിക്കും ഹെയറിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓയിലി ആയിട്ടുള്ള ഹെയർ പോവാൻ സഹായിക്കും. ഇത് ഞാൻ ട്രൈ ചെയ്യലുണ്ട്. കാരണം എൻ്റെ ബാഡ് ഹെയർ ഡേ ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് ഇങ്ങനെ കുളിക്കാത്ത ദിവസമാണെങ്കിൽ എനിക്ക് ഇവിടെ ശരിക്കും നന്നായിട്ട് എണ്ണ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എണ്ണ ഉണ്ടാകും. ആ സമയത്ത് അഥവാ എനിക്ക് പുറത്ത് പോകണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ്, എല്ലാവരും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡ്രൈ ഷാംപൂസ് ഇപ്പം മാർക്കറ്റിൽ, അതും സൾഫേറ്റ് ഫ്രീ ആണോ എന്ന് നോക്കണം. അത് കൂടാണ്ട് അത് എന്തോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് എപ്പോഴും ഹെയർ ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകണ്ട, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഷാംപൂസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു ടാൽക്കൺ പൗഡർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട, ഈ ഹെയർ കളർ ചെയ്തവരാണെങ്കിലും നോർമൽ ആയിട്ടുള്ളവരാണെങ്കിലും ശരി, ലീവ് ഇൻ കണ്ടീഷണർ ഉണ്ട്. അതായത് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ട സിറംസ് അല്ലെങ്കിൽ കണ്ടീഷണർ ലോഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കളേർഡ് ഹെയർ ആണെങ്കിൽ, അല്ലാത്ത ഹെയർ ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യുന്ന കളേർഡ് ഹെയർ ആണ്. അപ്പം ഈ കളേർഡ് ഹെയർ ആയിട്ടുള്ളവർ സൺലൈറ്റ് UV റേസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹെയർ ഡാമേജ് ചെയ്യാനും അത് കൂടാണ്ട് കളർ ഫെയ്ഡ് ആയി പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പം ഹെയർ സിറംസും അല്ലെങ്കിൽ ഹെയർ ലിക്വിഡ് കണ്ടീഷണേഴ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പരിധി വരെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതെന്താണെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് വെച്ച്, സിറംസ് ഉണ്ടാകുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് സൺ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലീവ് ഇൻ കണ്ടീഷണേഴ്സ് എനിക്ക് തോന്നുന്നു ലോറിയലൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം.